ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ബീഫെല്ലാം നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് ഞാനിവിടെ കറി വയ്ക്കാനായിട്ട് എടുക്കുന്നത്. ഇനി കറി വയ്ക്കാൻ ആവശ്യമായ മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള, ചെറിയുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി വേണ്ടുന്നത് വയണയില, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പെരിഞ്ചീരകം. ഇതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ടതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ഇത്രയും ചേർത്ത് ബീഫ് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് പൊട്ടിച്ച് ചെറുതായി അരിഞ്ഞെടുത്ത ചെറിയുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് സവാളയും ഉള്ളിയെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയെല്ലാം നന്നായി വഴണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി കുറച്ചുകൂടി വേവിച്ചെടുക്കണം. കറിയെല്ലാം നന്നായി തിളച്ച് വന്നാൽ പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിളക്കി കറിയൊന്ന് കുറുകി വരുന്നവരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി നന്നായി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേക്കും കുറച്ച് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം നന്നായി മൂത്ത് വന്നാൽ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. കൂടെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ബീഫിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടിയൊന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയിരിക്കണേ. താങ്ക്